റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ഫ്രാൻസിലെ കാലയ്ക്ക് സമീപം ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ 3 പേർ ദാരുണമായി കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വെളിയിൽ വന്നു. ഇവർ കൂട്ടത്തോടെ യാത്ര ചെയ്തിരുന്ന ഒരു റബ്ബർ ബോട്ട് അപകടത്തിൽപ്പെട്ടതാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. 70-ലധികം പേരെ കയറ്റിയതിനു ശേഷം അമിത ഭാരം ഉള്ളതുകൊണ്ടാണ് ഇത് ദുരന്തത്തിൽ കലാശിച്ചതെന്ന് ഫ്രഞ്ച് പോലീസ് പറഞ്ഞു. ആദ്യം മരിച്ചവരിൽ 2 പേർ കുട്ടികളാണ് എന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് യുവാക്കളാണ് എന്ന് സ്ഥിരീകരിച്ചു. മരിച്ചവർ ഈജിപ്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ളവരായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപകടത്തിൽപ്പെട്ട 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല. കാലയ്ക്ക് സമീപമുള്ള സാങ്ങാട്ടയിൽ പുലർച്ചെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. 115 പേരുമായി വന്ന മറ്റൊരു ബോട്ടിനെ ഫ്രഞ്ച് നേവി സുരക്ഷിതമായി കരക്കെത്തിച്ചു. ബ്രിട്ടനിൽ 2023 നടന്ന 5.92 ലക്ഷം പ്രസവങ്ങളിൽ 50.6% സിസേറിയൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഇടപെടലോടെ ആണ് നടന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സിസേറിയൻ ശസ്ത്രക്രിയകൾ, ഫോർസെപ്സ്, വെൻറൂസ് കപ്പ് എന്നിവയിലൂടെയാണ് പ്രസവങ്ങളുടെ വലിയൊരു പങ്കും നടന്നത്. 2015-16 25% നിന്ന് 2023 38.9% സിസേറിയൻ വർദ്ധിച്ചുവെന്ന് നാഷണൽ മെറ്റേണിറ്റി ആൻഡ് പെരിനാറ്റൽ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കി. അതേസമയം ഇൻഡ്യൂസ് പ്രസവങ്ങളും 29.3% നിന്ന് 33.9% ഉയർന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഉയർന്ന പ്രായത്തിലും അമിതവണ്ണത്തിലും മാതൃത്വം ഏറ്റെടുക്കുന്ന സ്ത്രീകളുടെ വർധനവാണ് പ്രസവങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുവാൻ കാരണമായത്. പ്രമേഹം, പഴയ രോഗങ്ങൾ തുടങ്ങിയവയും പ്രസവ സമയത്തെ പ്രശ്നങ്ങൾ കൂട്ടുന്നതായി കണ്ടെത്തി. ഗർഭകാലത്ത് മികച്ച മെഡിക്കൽ സ്കാനുകളും ചികിത്സകളും ലഭ്യമാക്കിയാൽ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ഇടപെടൽ കുറയ്ക്കാനാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലാണ് പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത്. അതിനാൽ ആരോഗ്യ സംവിധാനത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ലണ്ടനിലെ ക്ലാരൻസ് ഹൗസിൽ ചാൾസ് രാജാവും മകൻ പ്രിൻസ് ഹാരിയും കൂടിക്കണ്ടു. ഇവർ ഒന്നിച്ച് കാണുന്നത് ഒരു വർഷത്തിന് ശേഷമാണ്. ഏകദേശം 50 മിനിറ്റ് നീണ്ട സ്വകാര്യ കൂടിക്കാഴ്ചയായിരുന്നു. കഴിഞ്ഞ വർഷം രാജാവിന് ക്യാൻസർ രോഗം കണ്ടെത്തിയതിനു ശേഷമുള്ള ആദ്യ മുഖാമുഖമാണ് ഇന്നലെ നടന്നത്. UK-യിൽ ചാരിറ്റി പരിപാടികൾക്കായി എത്തിയ ഹാരി അച്ഛനുമായി വീണ്ടും ഒത്തുചേരുവാൻ ആഗ്രഹിക്കുന്നതായി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മെയ് മാസത്തിലാണ് വികാരഭരിതമായ ഹാരിയുടെ അഭിമുഖം നടന്നത്. ജീവിതം വിലപ്പെട്ടതാണ്, ഇനിയും കലഹം തുടരേണ്ട കാര്യമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കുടുംബത്തിലെ വിള്ളൽ ഒത്തുതീർക്കുവാനുള്ള ശ്രമങ്ങളായി ആണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നിരുന്നാലും തന്റെ സഹോദരനായ പ്രിൻസ് വില്യവുമായി ഹാരി കണ്ടുമുട്ടിയതായ റിപ്പോർട്ടുകളൊന്നുമില്ല. ഹാരി തന്റെ മുത്തശ്ശിയായ എലിസബത്ത് രാജ്ഞിയുടെ ചരമവാർഷിക ദിനത്തിൽ പുഷ്പചക്രം അർപ്പിച്ചപ്പോൾ പ്രിൻസ് വില്യവും കാതറിനും വേറെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. പൊന്നാനി കാഞ്ഞിരമുക്കിൽ വയോധികൻ എയർഗൺ ഉപയോഗിച്ച് തലയിൽ വെടിവെച്ച ശേഷം തൂങ്ങി മരിച്ച നിലയിൽ. കാഞ്ഞിരമുക്ക് കക്കാട് ശിവദാസനാണ് ഇങ്ങനെ ചെയ്തത്. വലത്തെ നെറ്റിയിൽ എയർഗൺ തുളച്ചു കയറിയിട്ടുണ്ട്. കാർ ഷെഡിലാണ് തൂങ്ങി മരിച്ചത്. ശിവദാസൻ തൂങ്ങി നിൽക്കുന്ന സ്ഥലത്തു നിന്നും എയർഗൺ പോലീസ് കണ്ടെത്തി. വ്യാഴാഴ്ച സമീപത്തെ വീട്ടുകാരാണ് ശിവദാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാപ്പർ വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വേടന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. അന്വേഷണം നടത്തി ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. വേടനെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്ന് പരാതിയിലുണ്ട്. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കുവാൻ ശ്രമം നടക്കുന്നു. വേടന്റെ വാക്കുകളെ നിശബ്ദമാക്കുവാനാണ് ഇതിലൂടെ ശ്രമം എന്നാണ് പരാതിയിൽ പറയുന്നത്. വേടന്റെ സഹോദരനായി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ സമഗ്രമാറ്റത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാനാണ് നീക്കം. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുമായി നടത്തിയ യോഗത്തിലാണ് ഈ നിർദ്ദേശത്തിന് അംഗീകാരം ലഭിച്ചത്. ഒക്ടോബറിൽ ഇതിനായിട്ടുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് നടന്ന യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എപ്പോൾ സാധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചു. സെപ്റ്റംബറോടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പൂർത്തിയാക്കുമെന്നും ഒക്ടോബറിൽ നടപടികൾ ആരംഭിക്കുമെന്നും മിക്ക ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകിയതായിട്ടാണ് വിവരം. ഇനി കായിക വാർത്തകൾ. ICC 2020 റാങ്കിങ്ങിൽ ഇന്ത്യൻ ബോളർമാർക്ക് മുന്നേറ്റം. വരുൺ ചക്രവർത്തി 4ാം സ്ഥാനത്ത് തുടരുന്നു. രവി ബിഷ്ണോയും അർഷദീപ് സിംഗും ഓരോ സ്ഥാനം മെച്ചപ്പെടുത്തി യഥാക്രമം 6-10 റാങ്കുകളിലെത്തി. ബാറ്റർമാരിൽ അഭിഷേക് ശർമ്മ 1ാമതും തിലക് വർമ്മ 2ാം സ്ഥാനത്തും തുടരുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യ UAE മത്സരത്തിനിടെ ലഭിച്ച വിക്കറ്റ് വേണ്ടെന്ന് വെച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. പുറത്തായതുമായി ബന്ധപ്പെട്ട് UAE ബാറ്റർ പരാതി ഉയർത്തിയതോടെയാണ് ഇന്ത്യൻ ടീം അപ്പീൽ പിൻവലിക്കുവാൻ തീരുമാനിച്ചത്. മത്സരത്തിന്റെ 13ാം ഓവറിലായിരുന്നു സഞ്ജു സാംസണിന്റെ മികവിൽ റണ്ണൌട്ടിലൂടെ ലഭിച്ച വിക്കറ്റ് ഇന്ത്യ വേണ്ടെന്ന് വെച്ചത്. ഇന്ത്യൻ പേസർ ശിവൻ ദുബെ എറിഞ്ഞ ബൗൺസറിൽ UAE ബാറ്റർ ജുനൈദ് സിദ്ദീഖിക്ക് പന്ത് കണക്ട് ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. പന്ത് നേരെ പോയത് സഞ്ജു സാംസണിന്റെ കൈകളിലേക്കായിരുന്നു. ജുനൈദിന്റെ കാല് ക്രീസിന് വെളിയിലായിരുന്നു തിരിച്ചറിഞ്ഞ സഞ്ജു കൃത്യമായി പന്ത് വിക്കറ്റിൽ എറിഞ്ഞുകൊള്ളിക്കുകയായിരുന്നു. ഇന്ത്യൻ താരങ്ങൾ അപ്പീൽ ചെയ്തതോടെ ഔട്ട് അനുവദിച്ചു. ഇതിനിടെ UAE ബാറ്റർ പരാതിയുമായി അമ്പയറെ സമീപിക്കുകയായിരുന്നു. റണ്ണപ്പിനിടെ ശിവൻ ദുബെയുടെ ടവൽ താഴെ വീണിരുന്നുവെന്നായിരുന്നു സിദ്ദീഖിയുടെ പരാതി. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട ഇന്ത്യൻ ക്യാപ്റ്റൻ അപ്പീൽ പിൻവലിക്കുകയാണെന്ന് അറിയിച്ചു.
ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 119.35 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.